നിങ്ങൾക്കറിയാം, ഈ കോഴിക്കോട് മന്ത്രവാദത്തിന്റെ പേരിൽ മാത്രം രൂപപ്പെട്ട കേരളത്തിന്റെ ഒരു സംഘടനയുണ്ട്. ആ സംഘടന വന്നത് നവോത്ഥാനം ആവാഹിച്ചുകൊണ്ട് നവോത്ഥാന രംഗത്ത് ഒരു ചാലക ശക്തിയായി മാറിയ ഒരു സംവിധാനത്തിന് അടർന്നു മാറിയിട്ടാണ്. ആ മന്ത്രവാദവും അതുപോലെ തന്നെ മന്ത്രതന്ത്രങ്ങളും അത് ആധുനിക സമൂഹത്തിൽ ആധുനികമായി അവതരിപ്പിച്ചുകൊണ്ട് കടന്നു വന്ന വിഷ്ടം എന്ന പേരിൽ സംഘടിപ്പിക്കപ്പെട്ട പരിപാടി അവിടെ പങ്കെടുത്ത നമ്മുടെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയാണ്. മറ്റൊരു വ്യക്തിത്വം ആരായിരുന്നു? കുഞ്ഞാലിക്കുട്ടി സാഹിബാണ്. മനസ്സിലാക്കണം, അവരെന്ത് മന്ത്രവാദം നടത്തിയത് ഞാൻ ഇൻഷാ അല്ലാഹ് പിന്നീട് വിശദീകരിച്ചു തരാം. മനസ്സിലാക്കണം, ഇവിടുത്തെ കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി ഒരു പരിപാടിയിൽ പങ്കെടുക്കുമ്പോ അന്വേഷിക്കണം ആരാണിവർ, എന്താണിവർ. ഇവിടുത്തെ വ്യവസായ മന്ത്രി ഒരു പരിപാടിയിൽ പങ്കെടുക്കുമ്പോ അന്വേഷിക്കണം ആരാണിവർ, എന്താണിവർ. ഏത് മന്ത്രവാദിയും ഏത് മന്ത്രതന്ത്രം കാണിക്കുന്നവരും ആര് വിളിച്ചാലും കയറി ചെല്ലേണ്ടവനും അവിടെ ചെന്നുകൊണ്ട് എന്നും പറയേണ്ടവനും എല്ലാവരെയും കൈയടി വാങ്ങേണ്ടവനുമല്ല ഒരു പൊതുജന പ്രവർത്തകൻ. ഇതൊക്കെ തിരിച്ചറിയണം ഈ സമുദായം, ഇതൊക്കെ മനസ്സിലാകണം ഈ സമുദായം. ഞാൻ സൂചിപ്പിച്ചതെന്ന് ചോദിച്ചാൽ, ഇങ്ങനെ രാഷ്ട്രീയ മേലാളന്മാരുടെ കയ്യൊപ്പ് ഇവർ വാങ്ങാൻ ശ്രമിക്കുന്നു. ആര്? ഈ ദുർമന്ത്രവാദികൾ രാഷ്ട്രീയ മേലാളന്മാരുടെ കയ്യൊപ്പ് വാങ്ങാൻ ശ്രമിക്കുന്നു. മാത്രമല്ല പോലീസ് ഏമാന്മാരുടെ പ്രീതി നേടാൻ ഇവർ ശ്രമിക്കുന്നു. അല്ല, ഇവരുടെ പ്രീതി നേടാൻ പോലീസ് ഏമാന്മാർ ശ്രമിക്കുന്നുണ്ട്. ഇവിടെയല്ല ഞാൻ പറഞ്ഞത്, പല സ്ഥലങ്ങളിലും. ഇവിടുത്തെ കാര്യമില്ല, ഇവിടെ ക്രിയാത്മകമായി നമ്മുടെ നിയമപാലകന്മാർ ഇടപെട്ടത് കൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹസീനയുടെ മയ്യത്ത് ഖബറിലേക്ക് ഇറക്കി വെച്ച് അതോടൊപ്പം മൂടിപ്പോകേണ്ട സത്യങ്ങളെ പുറത്തു കൊണ്ടുവന്നത്. ഇവിടെ ശക്തമായി നിയമപാലകന്മാർ ഇടപെട്ടത് കൊണ്ട് തന്നെയാണ്. ഇത് വളരെ ശക്തമായി സമൂഹത്തിന്റെ എല്ലാ തുറകളിലും നടക്കേണ്ട സംഗതിയാണ്. ഞാൻ സൂചിപ്പിച്ചത് നിയമപാലകന്മാർ, അവരെ സ്വാധീനിക്കാനുള്ള മന്ത്രവാദികളുടെ ശ്രമം. നവോത്ഥാന പ്രസ്ഥാനങ്ങളെപ്പോലും ആലോചിച്ച് നോക്കൂ. തീക്കട്ടയിൽ ഉറുമ്പരിക്കുകയോ എന്ന് സാധാരണ ചോദിക്കാറുണ്ട്. ഉറുമ്പരിക്കുന്ന കാലമാണ്, തീക്കട്ടയിൽ ഉറുമ്പരിക്കുന്ന കാലം അല്ലെ. നവോത്ഥാന പ്രസ്ഥാനങ്ങൾക്കിടയിലേക്ക് പോലും മന്ത്രവാദികൾ കടന്നു വരുന്നു, മന്ത്രതന്ത്ര ശാലികൾ കടന്നു വരുന്നു. തന്ത്രം എന്ന് പറയുമ്പോ നിങ്ങളാ മറ്റേ തന്ത്രം കുതന്ത്രം എന്നൊക്കെ പറയുന്ന തന്ത്രമല്ല, നേരെ വിളിച്ച് മന്ത്രം എന്ന തന്ത്രം എന്ന് പറയുന്ന ഒരു പ്രയോഗം അല്ലെങ്കിൽ തന്ത്ര എന്ന് പറയുന്ന ഒരു സൂചനയുണ്ട്. മനസ്സിലാക്കണം, മന്ത്രത്തിന്റെ പേരിൽ കടന്നു വന്നിട്ട് പലതരത്തിലും തന്ത്രവിദ്യകൾ അവതരിപ്പിക്കുന്ന ആളുകൾ ഉണ്ട്. ഇവർ നവോത്ഥാന സംരംഭങ്ങളിൽ പോലും, നമുക്കറിയാം നമ്മുടെ നാട്ടിലെ അറിയപ്പെട്ട ഒരു പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന സംഘടനയിൽ ഈ അടുത്ത കാലഘട്ടത്തിൽ ഉണ്ടായ ഒരു വിവാദമുണ്ട്. എന്താ വിവാദം എന്നറിയോ? എന്താണ് വിവാദം? ഈ അടുത്ത കാലഘട്ടം എന്ന് പറഞ്ഞ 2011 എന്തെന്നറിയോ? ഓമശ്ശേരി എന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ കേന്ദ്രം, ആ കേന്ദ്രത്തിൽ വെച്ചുകൊണ്ടൊരു പരിപാടി നടന്നു. ആ പരിപാടി നടക്കുമ്പോ അവിടെ സംബന്ധിച്ച ഒരു വ്യക്തി, അദ്ദേഹം OP അബ്ദുസ്സലാം മൗലവി, അദ്ദേഹത്തിന് ആഫ്രിക്കൻ യാത്രയുണ്ട്. ഒരു ആഫ്രിക്കൻ യാത്ര. ആ ആഫ്രിക്കൻ യാത്രയിൽ ആഫ്രിക്കയിലെ ഒരു സ്ത്രീ, കഴുത്തിൽ മുടയുണ്ടായിരുന്നു ആ പെണ്ണിന്. OP അബ്ദുസ്സലാം മൗലവി ആഫ്രിക്കയിൽ പോകുമ്പോ ഈ കഴുത്തിൽ മുടയുള്ള സ്ത്രീ ഇവരെ സമീപിച്ചിട്ട് ചോദിച്ചു, ആര്? ഈ അബ്ദുസ്സലാം മൗലവി സമീപിച്ചിട്ട് ചോദിച്ചു, എന്തെങ്കിലും പരിഹാരം ഉണ്ടോ? അദ്ദേഹം പറയാ, ഞാൻ വെള്ളം മന്ത്രിച്ചു കൊടുത്തു. ആ വെള്ളം മന്ത്രിച്ചു കൊടുത്ത് അത് കഴുകിയിട്ട് അവരുടെ മുഴ മാറിപ്പോയി. ആരുടെ അഭിപ്രായം? ഇദ്ദേഹത്തിന്റെ അഭിപ്രായം. വലിയ വിവാദം ഉണ്ടാക്കി. നിങ്ങൾ മനസ്സിലാക്കണം, ഇതെവിടെ നടക്കുന്നത്? ജമാഅത്തെ ഇസ്ലാമി എന്നൊരു സംഘടന. അള്ളാന്റെ തൗഫീഖ് കൊണ്ട് ഇതുമായി ഒരു ബന്ധവർക്ക് പുലർത്താൻ താല്പര്യമില്ലാത്ത ആളുകളാണ്. യാതൊരു തരത്തിലും ഇടപെടാൻ അല്ലെങ്കിൽ ഈ രംഗത്തേക്ക് ഇടപെടാൻ താല്പര്യമില്ലാത്ത ഒരു വിഭാഗം ആളുകൾ, അവർക്കിടയിലേക്കാണ് ഈ ചിന്ത കടന്നു വന്നത്. കേരളത്തിൽ സംഭവിച്ചു. പിന്നെയോ നിങ്ങൾ നോക്കൂ, നവോത്ഥാന സംരംഭമായി കടന്നു വന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പേരിൽ വരെ ഈ രൂപത്തിലുള്ള ഐക്കല്ല്, ഏലസ്, ഉറുക്ക് മന്ത്രവാദം, ഇത്തരത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കെതിരെയും ശക്തമായി അടരാടുകയും സർവ്വമന്ത്രവാദികളെയും തുരത്തുവാൻ വേണ്ടിയിട്ട് അഹോരാത്രം പണിയെടുക്കുകയും ചെയ്ത ഈ പ്രസ്ഥാനത്തിന്റെ ഉള്ളിൽ കയറിയിട്ട് പോലും മന്ത്രവാദം നടത്താൻ കഴിയുമോ എന്ന് ചിന്തിച്ച ആളുകൾ. നിങ്ങൾക്കറിയോ? അത് ഞാൻ പറഞ്ഞത് ഇവിടെ നടന്നു. ആരെ? ഹസീന എന്ന് പറയുന്ന പെൺകുട്ടിയെ ചവിട്ടിക്കൊന്നു. ലോക ചരിത്രത്തിൽ ആ ചവിട്ടിക്കൊലക്കൊരു തെളിവ് ഇസ്ലാമിക പ്രമാണങ്ങൾ കൊണ്ടുവരാൻ സാധ്യമേ അല്ല. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കണം, ഈ രംഗത്ത് ഈ നമ്മുടെ മുസ്ലിയാർ കഴിവ് തെളിയിക്കുന്നതിന് മുമ്പ്
ഈ വിഷയത്തിൽ ആധികാരികമായ ഒരു പുസ്തകം മുജാഹിദ് പ്രസ്ഥാനം ഇറക്കി. ഈ വിഷയത്തിൽ അഥവാ ദുർമന്ത്രവാദികൾ കേരളത്തിന്റെ മണ്ണിൽ രംഗത്ത് വന്നുകൊണ്ട് പലവിധ അനാശാസ്യങ്ങൾ നടത്തിയപ്പോ ഈ വിഷയത്തിൽ ആധികാരികമായ ഒരു പുസ്തകം ഇറക്കിയപ്പോ അതിനെ ഗണ്ണിച്ചുകൊണ്ട് മലയാളത്തിൽ പുസ്തകം ഇറങ്ങി. പ്രബന്ധങ്ങൾ വന്നു. 37ഓളം പണ്ഡിതന്മാരാണ് ആ പ്രബന്ധം കൊടുത്തത്. 38ഓളം പണ്ഡിതന്മാർ, ഒരാൾ കുറഞ്ഞുപോയി. കേരളത്തിന്റെ അറബി കോളേജുകളിൽ നിന്ന് പഠിച്ച 38ഓളം പണ്ഡിതന്മാർ അവർ ചേർന്നിരുന്നിട്ട് ദുർമന്ത്രവാദത്തിന് തെളിവുണ്ടാക്കുകയാണ്. എന്നിട്ട് എന്താ പറഞ്ഞത് കേട്ടോ? എന്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്തത സഹചാരിയായിരുന്ന സ്വഹാബിയായിരുന്ന മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, നിങ്ങൾ മനസ്സിലാക്കണം, ആ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മിമ്പറിനും ആയിഷാ ബീവിയുടെ റൂമിനും ഇടയിൽ ബോധരഹിതനായി വീടിരുന്നു. വീടിന് രംഗം കാണുകയാണ്. അപ്പോൾ വരുന്നവർ വന്ന് എന്റെ ചങ്കിൽ അവന്റെ കാല് വെക്കും. ഞാൻ ഭ്രാന്തനായി കണക്കാക്കപ്പെട്ടിരുന്നു, എന്നാൽ എനിക്ക് ഭ്രാന്തുണ്ടായിരുന്നില്ല, എനിക്ക് വിശപ്പ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഈ ഹദീസ് ഉദ്ധരിച്ചിട്ട് ഇവർ ചോദിക്കുകയാണെന്ത്? നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. അപ്പോൾ വിശപ്പ് സഹിക്കാൻ കഴിയാതെ വീണ് കിടക്കുന്ന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന് ഭ്രാന്തായിരിക്കുമെന്ന് സഹാബികൾ വിചാരിച്ചു. അങ്ങനെയുള്ള ഒരു സഹാബിയെ ആരെങ്കിലും ചങ്കിൽ ചവിട്ടുമോ? ഭ്രാന്തായ ഒരു മനുഷ്യനെ ആരെങ്കിലും ചങ്കിൽ ചവിട്ടുമോ? അപ്പോൾ കേട്ടോ അതിന് മറുപടി, എന്നാൽ അവർ ചവിട്ടാനുള്ള കാരണം എന്താണ്? അതിങ്ങനൊരു ചികിത്സയുണ്ട്, ചങ്കിൽ ചവിട്ടുന്ന ചികിത്സയുണ്ട്. ഏത്? ഇസ്ലാമിക ലോകത്ത് ചങ്കിൽ ചവിട്ടുന്ന ഒരു ചികിത്സയുണ്ട് എന്ന പ്രാകൃതമായ വിശ്വാസം ഈ ലോകത്ത് എഴുതി പ്രചരിപ്പിച്ച് കേരളത്തിന്റെ മണ്ണിൽ മുഴുവനും വിട്ടവരാണ് ഞാൻ നേരത്തെ പറഞ്ഞ വിസ്റ്റം കമ്പനി. അവിടെയാണ് ആഭ്യന്തരമന്ത്രി പോയത്. അവിടെയാണ് കുഞ്ഞാലിക്കുട്ടി പങ്കെടുത്തത്. നിങ്ങൾ മനസ്സിലാക്കണം, ഒരാളെ ചങ്കിൽ ചവിട്ടി ചികിത്സിക്കുക എന്ന ചികിത്സ ദുർമന്ത്രവാദത്തിലുണ്ടോ? ഉണ്ടോ? പറയ്. ഇനി അതല്ല മന്ത്രവാദത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് പ്രമാണമുദ്ധരിച്ച് വിശദീകരിക്കപ്പെടുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ആ വിഷയത്തിൽ ഇവിടെ കേരളത്തിന്റെ മണ്ണിൽ ഒരു പുസ്തകം തന്നെ പുറത്തിറങ്ങി എന്നത് നിങ്ങൾക്ക് അത്ഭുതം തോന്നുന്നില്ല മാന്യ സഹോദരങ്ങളെ? ഞാനിതാണ് സൂചിപ്പിച്ചത്. അന്ധവിശ്വാസം ഒരു സമൂഹത്തെ വ്യാപിച്ചാൽ അവരിൽ നിന്നത് ഊരിയെടുക്കുക എന്നത് പ്രയാസകരമാണ്. എന്നാൽ മുജാഹിദ് പ്രസ്ഥാനം വളരെ ശക്തമായി അത് നിർവഹിച്ചിട്ടുണ്ട് കേരളത്തിന്റെ മണ്ണിൽ. ഒരു മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഒരു മന്ത്രവാദിക്കും ചാൻസ് കൊടുത്തിട്ടില്ല, ഇന്നും കൊടുത്തിട്ടില്ല. അതുകൊണ്ട് മന്ത്രവാദികളും അതുപോലെ തന്നെ മന്ത്രതന്ത്രവാദികളും വളരെ ശക്തമായി ഇടപെട്ടിട്ടും മുജാഹിദ് പ്രസ്ഥാനം വളരെ ശക്തമായ നിലയിൽ തന്നെ ഉറച്ചു നിന്നത്. ഇനി ഒരിക്കലും ഒരു ഹസീന ഉണ്ടാകരുത്. ഇനി ഒരാളും മന്ത്രവാദിയുടെ ആ ബലിഷ്ടമായ കരങ്ങളിൽ കിടന്ന് പിടഞ്ഞ് മരിക്കുന്ന അവസ്ഥയുണ്ടാകരുത്. ഒരു കുഞ്ഞിന്റെയും ജീവിതം നഷ്ടപ്പെട്ടു പോകരുത്. മനസ്സിലാക്കണം, ഒരു കുഞ്ഞിന്റെയും ജീവൻ നഷ്ടപ്പെട്ടു പോകരുത്.